ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ലോജിക്കാണ് ചെയ്യാനുള്ളത്. ഒരു ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഇമെയിൽ കൊടുക്കും, പാസ്വേഡ് കൊടുക്കും, എന്നിട്ട് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇമെയിലും പാസ്വേഡും ഓക്കെ ആണെങ്കിൽ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ഉള്ള ആ പേജിലേക്ക് പോകും, അതായത് ഹോം പേജിലേക്ക് പോകും. ഇനി നമ്മൾ കൊടുത്ത ഇമെയിലും പാസ്വേഡും അതിലേതെങ്കിലും ഒന്ന് തെറ്റാണെങ്കിൽ ഒരു മെസ്സേജ് കാണിക്കും, ഇൻവാലിഡ് ഇമെയിൽ ഓർ പാസ്വേഡ് എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കും. മൂന്നാമതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇമെയിൽ കൊടുത്തു, പാസ്വേഡ് കൊടുക്കാതെയാണ് ആ ബട്ടൺ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ എൻ്റർ പാസ്വേഡ് എന്നുള്ള മെസ്സേജ് കാണിക്കും. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നമുക്കും ഇവിടെ ഈ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ യൂസർ നെയിമും പാസ്വേഡും എടുക്കണം. അതിനുശേഷം അത് വാലിഡ് ആണെങ്കിൽ ആ ഹോം പേജിലേക്ക് പോകണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം ഞാനതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും ചെയ്യേണ്ടത് എന്താണെന്ന് എഴുതാം, കമൻറ്റിലൂടെ എഴുതാം. ഞാൻ ആദ്യം കമൻ്റ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ആദ്യം വേണ്ടത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ലിസൺ ചെയ്യണം. അതിന് ബട്ടൺ ക്ലിക്ക് ലിസണർ വേണം. അപ്പോഴൊക്കെയാണ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അത് മനസ്സിലാക്കാനായിട്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ വേണ്ടത്, നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ആ രണ്ട് വാല്യൂസ് എടുക്കണം. കാരണം ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പം ഇമെയിലും പാസ്വേഡും വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് വാല്യൂവും നമുക്ക് ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് ഇമെയിലും പാസ്വേഡും വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് യൂസർ നെയിമും എടുക്കണം, പാസ്വേഡും എടുക്കണം. അപ്പം ആദ്യം ഗെറ്റ് യൂസർ നെയിം. ഇപ്പോൾ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളിവിടെ എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. യൂസർ നെയിമിന് വേണ്ടിയിട്ട് ഒരു എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് എഡിറ്റ് ടെക്സ്റ്റ് എന്നാണ് യൂസർ നെയിമിൻ്റെ. അപ്പോൾ യൂസർ നെയിമിൻ്റെ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് യൂസർ എൻ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിം എടുക്കണം. ഇത് തന്നെ എന്തിനും വേണം, പാസ്വേഡിനും വേണം. അത് പാസ്വേഡിനുള്ള എഡിറ്റ് ടെക്സ്റ്റ് എന്ന് കിട്ടും. ഇനി ആ ഒരു വാലിഡേഷൻ പാർട്ട്, അതായത് ഇപ്പോൾ യൂസർ നെയിം കൊടുത്തു എന്ന് കരുതുക, എന്നിട്ട് പാസ്വേഡ് കൊടുക്കാതെ ലോഗിൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റർ പാസ്വേഡ് എന്നുള്ള മെസ്സേജ് കാണിക്കണം. അല്ല യൂസർ നെയിം കൊടുക്കാതെ പാസ്വേഡ് കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റർ യൂസർ നെയിം എന്നുള്ള ആ ഒരു മെസ്സേജ് കാണിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ യൂസർ നെയിമിലും പാസ്വേഡിലും ഈ രണ്ട് ഫീൽഡിലും യൂസർ വാല്യൂ എൻ്റർ ചെയ്തിട്ടാണോ ആ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. അതിനെന്ത് ചെയ്യണം, ഈ യൂസർ നെയിമിൽ വാല്യൂ ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ യൂസർ നെയിം എംപ്റ്റി ആണോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇനി എംപ്റ്റി ആണെങ്കിൽ ഞാൻ ഒരു ജസ്റ്റ് മെസ്സേജ് കൊടുക്കുക, ഷോ മെസ്സേജ്, ഒരു മെസ്സേജ് കാണിക്കാം, എൻ്റർ യൂസർ നെയിം എന്നുള്ളൊരു മെസ്സേജ് കാണിക്കും. ഇത് തന്നെ പാസ്വേഡിനും നോക്കണം. അതായത് പാസ്വേഡ് എന്നുള്ള ആ ഒരു ഫീൽഡിൽ പാസ്വേഡ് അടിച്ചിട്ടാണോ ലോഗിൻ ചെയ്യുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ വാല്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കണം. അതിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. പാസ്വേഡ് എംപ്റ്റി ആണോ നോക്കും. എംപ്റ്റി ആണെങ്കിൽ എൻ്റർ പാസ്വേഡ് എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കും. അപ്പോൾ അതിന് ശേഷമുള്ള സ്റ്റെപ്പ്, ഇപ്പോൾ യൂസർ നെയിമും ഓക്കെയാണ്, പാസ്വേഡും ഓക്കെ ആണെങ്കിൽ നമ്മൾ നോർമലി ഇപ്പം ഞാൻ ഫേസ്ബുക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഹോം പേജിലേക്ക് കയറിപ്പോകും. അപ്പോൾ ഇവിടെയും ഹോം പേജിലേക്ക് തന്നെയാണ് കയറിപ്പോകേണ്ടത്. പക്ഷേ ഒരു ഡെമോ പർപ്പസിന് ഇപ്പം താൽക്കാലികമായിട്ട് ഞാനൊരു മെസ്സേജ് തന്നെ കാണിക്കാം, ഷോ മെസ്സേജ്, ലോഗിൻ സക്സസ്ഫുൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇവിടെ നമ്മൾ ഈ ലോഗിൻ സക്സസ്ഫുൾ എന്ന് മെസ്സേജ് കാണിക്കുന്നതിന് പകരം വേറെ പേജിലേക്ക് ഓപ്പൺ ആയി വരുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പം ഡെമോ പർപ്പസിന് ലോഗിൻ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റെപ്പ് ബട്ടൺ ക്ലിക്ക് ലിസണറാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലിസൺ ചെയ്യണം, ഈ ജാവയിൽ ലിസൺ ചെയ്യണം. എന്നാൽ ബട്ടൺ ഉള്ളത് XML ആണ്. അതുകൊണ്ട് തന്നെ ഈ XML ഉള്ള ബട്ടണും ജാവയും തമ്മിൽ ഒരു കണക്ഷൻ വേണം. ആ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് findViewById എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂ ആയിട്ട് പാസ് ചെയ്യേണ്ടത് ഒരു ID ആണ്. ഇവിടെ ഒരു വാല്യൂ പാസ് ചെയ്യണം, അത് ഒരു ID ആണ് പാസ് ചെയ്യുക. അപ്പോൾ ID നമ്മളിവിടെ XML ആണ് കൊടുക്കേണ്ടത്. ആ അതിന് ID എന്ന് ടൈപ്പ് ചെയ്യാം. ID എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ Android:ID = വന്നു. അതിനുശേഷം ഫസ്റ്റത്തെ ഓപ്ഷൻ @+ID/ ഇത്രയും കോമൺ ആയിട്ടുള്ള ഭാഗമാണ്. അതിനുശേഷം നമുക്കൊരു നെയിം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ID നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ button_login എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കാനായിട്ട്
ID എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇത്രയും ഭാഗം കോമൺ ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാനിവിടെ button_login എന്ന് കൊടുത്തു. ഈ ID ആണ് നമ്മൾ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് കാണാം ഇവിടെ റെഡ് കളറാണ്, അതായത് എററാണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് പാസ് ചെയ്യാൻ പറ്റില്ല. അതിന് മുൻപ് r.id ആ ഒരു ID എന്താണോ അത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ID മാറ്റുകയാണെങ്കിൽ, ഞാൻ ബട്ടൺ മാത്രമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ട് എറർ വരും, അവിടെ ബട്ടൺ എന്നുള്ളത് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നത് എന്താണോ അത് തന്നെ ആയിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു വാല്യൂവിനെ, ഈ findViewById എന്നുള്ള ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. വ്യൂ ഇപ്പോൾ ബട്ടൺ ആണല്ലോ അത്, അതുകൊണ്ട് ഞാൻ ബട്ടൺ എന്നുള്ളൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്തു. ഇവിടെ ആൾട്ട് എൻ്റർ അടിക്കാം. അപ്പം ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു വ്യൂ ആണ്, അതുകൊണ്ട് വ്യൂ എന്നുള്ള ഒരു വേരിയബിളിലേക്ക് ഞാനത് സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ എങ്ങനെ വ്യൂ വന്നു എന്നുള്ളതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളൊരു ബോക്സ് ഉണ്ട് നേരെ, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ പല കളറിലുള്ള ബോളുകളുണ്ട്, അതുപോലെ തന്നെ പെന്നുണ്ട്, പെൻസിലുണ്ട്. അപ്പോൾ ഒരാൾ നിങ്ങളോട് പറയാണ് ബോക്സിൽ നിന്ന് ഒരു നീല കളറിലെ ബോൾ എടുക്കുക. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ എടുത്തു കൊടുക്കുന്നത് അതെന്തായാലും ഒരു ബോളായിരിക്കും. ഫോർ എക്സാമ്പിൾ അതിനിപ്പോൾ ഇവിടെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരാൾ പറയാണ് ഒരു നീല കളറിലെ ബോൾ എടുക്കണം. അപ്പോൾ ഫൈൻഡ് ബോൾ ബൈ കളർ എന്നിട്ട് റെഡ് ബ്ലൂ. അപ്പോൾ ഇതിപ്പം നിങ്ങളോട് ഒരാൾ പറയുന്നതാണെന്ന് കരുതാം, ഫൈൻഡ് ബോൾ ബൈ കളർ റെഡ് ബ്ലൂ, അതായത് നീല കളറിലുള്ള ഒരു ബോൾ എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും നിങ്ങൾ എടുക്കാൻ പോകുന്ന സാധനം എന്താണ്? ഫൈൻഡ് ബോളാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന സാധനം എന്തായിരിക്കും? ബോൾ ആയിരിക്കും. ആ ഒരു ലോജിക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫൈൻഡ് വ്യൂ ബൈ ID. ഇവിടെ കൊടുത്തിട്ടുള്ള ID വെച്ചിട്ട് ഒരു വ്യൂ ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ വ്യൂ ആയിരിക്കും. ഇനി വ്യൂ ആണോ അല്ലേ എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ്, അതോ ഇൻറ്റിജറോ സ്ട്രിങ്ങോ ക്യാരക്ടറോ ഏതെങ്കിലും ഇവിടെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ സ്ട്രിങ് എന്ന് കൊടുക്കുക. ആ ഒരു സമയത്ത് ഇവിടെ എറർ വരും. അപ്പോൾ ഈ എററിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം റിക്വയർഡ് ടൈപ്പ് എന്നും പ്രൊവൈഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ ഈ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ളതും പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ളതുമാണ്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഈ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്, റൈറ്റ് സൈഡിലുള്ളത് ഈ ഈക്വൽ ടുവിന് ഇപ്പുറത്തുള്ളത് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പം ഇവിടെ കാണിച്ചിട്ടുള്ള എന്താ? റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ട്രിങ്ങും പ്രൊവൈഡഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ വ്യൂ ആണ്. അപ്പോൾ ഇവിടെ റിക്വയർഡ് എന്നുള്ളതിൽ സ്ട്രിങ് ആണ് കാണിക്കുന്നത്, പ്രൊവൈഡഡ് എന്നുള്ളതിൽ വ്യൂ എന്നാണ് കാണിക്കുന്നത്. ഇതിവിടെ സ്ട്രിങ് വരാനുള്ള കാരണം നമ്മളിവിടെ സ്ട്രിങ് കൊടുത്തോണ്ടാണ്. ഞാനിവിടെ ഇൻ്റാണ് കൊടുക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ഇനി നിങ്ങൾ എറർ നോക്കുക. എറർ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടോ റിക്വയർഡ് ടൈപ്പ് എന്നുള്ളത് ഇൻ്റായി. അപ്പോൾ ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ findViewById എന്നുള്ള ഫംഗ്ഷനിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് വ്യൂ എന്നുള്ളൊരു ടൈപ്പാണ്. പക്ഷേ ഞാൻ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്ട്രിങ് എന്നുള്ള വേറൊരു ടൈപ്പിലേക്കാണ് എന്നാണ്. ഇപ്പോൾ കുറച്ചും കൂടി സിമ്പിളാക്കിയിട്ട് പറയുകയെങ്കിൽ ഞാനിവിടെ സ്ട്രിങ് നെയിം എന്ന് കൊടുത്തിട്ട് ഇവിടെ 10 എന്ന് കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം ഒരു നമ്പറിനെ ഞാനൊരു ക്യാരക്ടറിലേക്ക് സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു എറർ വരില്ലേ? അതുപോലെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അവിടുന്ന് വരുന്നത് വ്യൂ ആണ്. ഈ findViewById എന്നുള്ളത് റിട്ടേൺ ചെയ്യുന്നത് വ്യൂ ആണ്. പക്ഷെ ഞാൻ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സ്ട്രിങ്ങിലേക്കാണ്. അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നെങ്കിൽ ഒരു ബോളാണ് അവിടുന്ന് എടുക്കുന്നത് എങ്കിൽ, പക്ഷെ ഞാൻ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പെൻസിലിലേക്കാണ് എന്നുള്ള രീതി. അപ്പോൾ ഇതിനെന്ത് ചെയ്താൽ മതി? ഈ വ്യൂ ആണ് ഇവിടുന്ന് വരുന്നത്, അതിനെ ഇവിടെയും മാറ്റിയാൽ മതി. അതിനെയാണ് ഞാൻ ഇവിടെ ചെയ്തത്, വ്യൂ എന്നുള്ളതിലേക്ക് മാറ്റി. ഇത്രേ ചെയ്യേണ്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഇവിടെ ഈ ബോളിന് പകരം ഞാൻ ബ്ലൂ ബോൾ എന്ന് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഇവിടെ ബ്ലൂ ബോൾ എന്ന് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. കാരണം കിട്ടുന്നത് ബോൾ തന്നെയാണ്. അത് കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബ്ലൂ ബോൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ ആൻഡ്രോയിഡിലുള്ള എഡിറ്റ് ടെക്സ്റ്റും ബട്ടണും എല്ലാം വ്യൂവിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ വ്യൂ ഒന്ന് ഡയറക്റ്റായിട്ട് കൊടുക്കണമെന്നില്ല. ഇവിടെ ബട്ടനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ വ്യൂ എന്ന് കൊടുക്കുന്നതിന് പകരം ബട്ടൺ എന്ന് കൊടുത്താലും അത് വർക്കാവും. അതിനുള്ള കാരണം ഇതാണ്. ഇപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ബോൾ എന്ന് കൊടുക്കുന്നതിന് പകരം കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട്
ബ്ലൂ ബോൾ എന്ന് കൊടുത്തു. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ബട്ടനാണോ ഇമേജ് ആണോ എന്ന് പറയാനായിട്ട് പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്തു, ബട്ടൺ ആയതുകൊണ്ട് ബട്ടൺ എന്ന് ഡയറക്റ്റ് കൊടുത്തു. ഇപ്പോൾ ഈ ഫംഗ്ഷന് ഇത്രയും മനസ്സിലാക്കുക. ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി എന്നുള്ളതാണ് ഈ ഫംഗ്ഷൻ. അതിൽ ഫൈൻഡ് വ്യൂ, ഒരു വ്യൂ ആണ് കണ്ടെത്തുക, ബൈ ഐ ഡി വെച്ചിട്ട് ആ ഐ ഡിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഈ ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന ഐ ഡി ആണ്. അതിൽ ഇത്രയും ഭാഗം കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കണം. ഈ ഒരു വാല്യൂ, ഈ സ്ലാഷിന് ശേഷം വരുന്ന വാല്യൂ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ബട്ടൺ വെച്ചിട്ട് നമുക്ക് ആ ബട്ടൻ്റെ കൺട്രോൾസ് കിട്ടും. ഈ ബട്ടൺ എന്നുള്ളത് ഒരു ക്ലാസ് ആണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പബ്ലിക് ക്ലാസ് ബട്ടൺ. അപ്പം ഇന്നലത്തെ എക്സാമ്പിളിൽ, കഴിഞ്ഞ വീഡിയോയിലെ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റിലുള്ള വാല്യൂസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇവിടെ ഈ ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി എന്നുള്ളതിൽ ഇൻറ്റേർണലി ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബട്ടൺ എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റൊക്കെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബട്ടൺ എന്നുള്ള ഈ വേരിയബിൾ വെച്ചിട്ട് ആ ബട്ടൻ്റെ പ്രോപ്പർട്ടീസിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ബട്ടന് ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ലോഗിൻ എന്നുള്ളത്. അത് ഞാൻ ഇവിടുന്ന് എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനായിട്ട് പറ്റും. അതിന് ബട്ടൺ ഡോട്ട് ടെക്സ്റ്റ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഫംഗ്ഷനാണിത്, സെറ്റ് ടെക്സ്റ്റ്. എന്നിട്ട് ഈ സെറ്റ് ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഞാനൊരു വാല്യൂ കൊടുക്കാം, ന്യൂ വാല്യൂ എന്ന് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിനെ മാറ്റിയിട്ട് ഈ ഒരു ടെക്സ്റ്റാക്കി മാറ്റും. ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ ന്യൂ വാല്യൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള വാല്യൂ ആണ് കാണിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബട്ടൺ എന്നുള്ള വാല്യൂ വെച്ചിട്ട് ഇപ്പം നമ്മുടെ XML-ലുള്ള ബട്ടണിനെ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ വാല്യൂ സെറ്റ് ചെയ്തു, ടെക്സ്റ്റ് എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ടത് ആ ബട്ടൻ്റെ ക്ലിക്ക് ലിസണറാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ലിസൺ ചെയ്യണം. അതിന് ബട്ടൺ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ, ഇവിടെ ഓൺ ക്ലിക്ക് ലിസണറുണ്ട്, ഓൺ ക്ലിക്ക് ലിസണർ ഉണ്ട്. അതായത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് ലിസണറാണ് വർക്ക് ചെയ്യുക. നമ്മൾ ബട്ടൺ ഇങ്ങനെ കുറേ നേരത്തേക്ക് നെക്കി പിടിക്കുക വെച്ചെങ്കിൽ ഓൺ ലോങ് ക്ലിക്ക് ലിസണർ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് മതി. അതുകൊണ്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ എന്നുള്ള ഈ ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യേണ്ടത് ഒരു ലിസണറാണ്. അപ്പം ലിസണർ എന്താണെന്ന് പിന്നീട് പറയാം. അതിന് മുൻപ് ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ന്യൂ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് വ്യൂ ഡോട്ട് ഓൺ ക്ലിക്ക് ലിസണർ. അതിന് വേണ്ടിയിട്ട് വ്യൂ എന്നുള്ളത് ക്യാപിറ്റലാണ്, വ്യൂ എന്ന് ടൈപ്പ് ചെയ്യുക, ഡോട്ട് ക്ലിക്ക്. ഇപ്പോൾ വ്യൂ ഡോട്ട് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും വ്യൂ ഡോട്ട് ഓൺ ക്ലിക്ക് ലിസണർ എന്നുള്ളത് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ബാക്കി കോഡ് ജനറേറ്റ് ആയിട്ട് വരും, ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. വ്യൂ ഡോട്ട് ഓൺ ക്ലിക്ക് ലിസണർ എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഈ ഓൺ ക്ലിക്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഓൺ ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എപ്പോഴൊക്കെയാണോ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളിന് ഒരു മെസ്സേജ് കൊടുത്ത് കാണിക്കാം. ഞാൻ ഈ ഓൺ ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെന്താണെന്ന് പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ ബട്ടൺ എപ്പോഴൊക്കെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അപ്പം ഈ ഓൺ ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷൻ വർക്കാവും. അപ്പോൾ നമ്മൾ കൊടുത്ത പ്രകാരം ഈ ക്ലിക്ക്ഡ് എന്നുള്ള മെസ്സേജ് അവിടെ കാണിക്കണം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഇവിടെ ക്ലിക്ക്ഡ് എന്നുള്ള വാല്യൂ വരുന്നുണ്ട്, ആ മെസ്സേജ് വരുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, ഈ ഓൺ ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷൻ വർക്കാവുന്നുണ്ട്. സോ ഈ രണ്ട് കൺസെപ്റ്റുകളെ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. നമ്മൾ ബേസിക്കലി ചെറിയ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഈ ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി, അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ XML-ലുള്ള ആ ബട്ടൺസിൻ്റെ അല്ലെങ്കിൽ എലമെൻസിൻ്റെ കൺട്രോൾ നമുക്ക് ജാവയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫംഗ്ഷൻ സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ എന്ന് പറഞ്ഞാൽ ബട്ടൻ്റെ ക്ലിക്ക് ചെയ്യുന്ന സമയം ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഓൺ ക്ലിക്ക് എന്നുള്ള മെത്തേഡ് കിട്ടിയത്. ഈ മെത്തേഡ് വർക്കാവുന്നത് നമ്മൾ എപ്പോഴൊക്കെയാണോ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോഴാണ് ഈ ഓൺ ക്ലിക്ക് എന്നുള്ള മെത്തേഡ് വർക്കാവുന്നത്. സോ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.